ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. എന്തിനെ പറ്റിയെന്ന് വെച്ചാൽ തുടരും മൂവിയുടെ ഒരു റിവ്യൂ ആണ്. എൻ്റെ മോനെ കിടിലം മൂവി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മൂവി. 10ൽ 10 റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലം ഒരു മൂവിയാണ് തുടരും എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ മൂവിയാണ്. തരുൺ മൂർത്തിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. തരുൺ മൂർത്തിയാണ് നേരത്തെ ഓപ്പറേഷൻ ജാവ, പിന്നെ സൗദി വെള്ളയ്ക്ക് ആ മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്തത്. മൂവി ഒരു രക്ഷയില്ല, കിട്ടില്ല മൂവിയാണ്. ഇവിടെ UK പോലും മിക്ക തിയേറ്ററിൽ സീറ്റില്ല, ഹൗസ്ഫുള്ളാണ്. സ്റ്റോറി എങ്ങനെയെന്ന് വെച്ചാൽ കോമഡി ഉണ്ട്, ഒരു കുറച്ച് ഏരിയ ഒരു കോമഡി ഉണ്ട്. ബാക്കി ത്രില്ലറെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ത്രില്ലർ. നമ്മളിപ്പം ദൃശ്യം ലെവലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ദൃശ്യത്തിനേക്കാൾ മുകളിലാണ് ഈ പടം എന്ന് തോന്നി. ഞാൻ അതുകൊണ്ടാണ് 10ൽ 10 കൊടുക്കുന്നത്. നല്ല കിടില മൂവിയാണ്. ലാലേട്ടൻ വേറെ ലെവൽ. നമ്മൾ എമ്പുരാനിൽ കണ്ട ലാലേട്ടൻ ശരിക്കും ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ തോന്നുന്നവർ നമ്മൾ പണ്ട് നരൻ മൂവിയൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തേക്ക് ഒരു ലാലേട്ടൻ. കോമഡിക്ക് കോമഡി, ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല. ഫൈറ്റ്, BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് പമ്പ് ചെയ്തങ്ങ് കയറുമൊക്കെ. അതിൻ്റെ കിടില ഒരു മൂവി. നിങ്ങൾ എല്ലാവരും മിസ്സാക്കാണ്ട് തിയേറ്ററിൽ പോയി കാണണം. കുറ്റം പറയാൻ ഒരു വകയില്ല. ഈ സിനിമയ്ക്ക് ഏവനെങ്കിലൊക്കെ കുറ്റം പറയുന്നത് അവനെ അപ്പം തന്നെ എടുത്ത് കണക്ട് കിട്ടുവാണ്. കാരണം കുറ്റം പറയാൻ ഒരു ഏരിയ ഇല്ല ഈ സിനിമയ്ക്ക്. സ്റ്റോറിയുള്ള ഭയങ്കര നമ്മൾ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ സ്റ്റോറിയാണ്. നമ്മളിങ്ങനെ കണ്ടിരിക്കും. നെക്സ്റ്റ് എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോറിയാണ്. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ദൃശ്യമൊക്കെ ഇഷ്ടമായവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതും ഇഷ്ടമാവും. ദൃശ്യത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഗൈസ്, ഇതിലെ ഓരോ ആക്ടേഴ്സും ഭയങ്കര കിടിലമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ പിന്നെ പറയേണ്ട കാര്യമില്ല, വേറെ ലെവലാണ്. പിന്നെ ശോഭന മാമുണ്ട്, കിടിലമാണ് പുള്ളിക്കാരി. പിന്നെ ബിനു പപ്പു, പുള്ളിക്കാരൻ വേറെ ലെവൽ വില്ലനാണ് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ പുതിയൊരാളാണ് ഇതിലെ വില്ലൻ. പുള്ളീനെ ഞാൻ വേറെ മൂവിയിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഒരു രക്ഷയില്ല. പുള്ളി വേറെ ലെവൽ വില്ലനാണ്. കറക്റ്റ് പക്ക ഈ ഒരു സ്റ്റോറിക്ക് മാച്ചായിട്ടുള്ള ഒരു വില്ലനാണ്. വില്ലനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് നന്ദു എന്ന് പറയുന്ന ആക്ടറിൽ പുള്ളിയുടെ ഒരു ചെറിയൊരു ഛായ തോന്നുന്നുണ്ട്. ആർക്കെങ്കിലും അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഡ്രോപ്പ് ചെയ്യണം. എനിക്ക് മാത്രം തോന്നിയാണെന്ന് പറഞ്ഞൂടെ. പുള്ളീനെ ആ ഒരു രീതിയിൽ തോന്നുന്നുണ്ട്. കിട്ടില്ല ഒരു വില്ലനാണ്. നെഗറ്റീവ് പറയാൻ ഒരു സ്ഥലമില്ലാത്തൊരു മൂവിയാണ്. പിന്നെ എമ്പുരാൻ കണ്ട് വെച്ചിപ്പം കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എമ്പുരാനൊക്കെ ഈ മൂവിയുടെ താഴെ വരത്തുള്ളൂ. എമ്പുരാൻ മോശമാണെന്നല്ല പറയുന്നത്, അത് വേറൊരു കൈൻഡ് ഓഫ് മൂവി. എന്നാലും എമ്പുരാനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് മൂവി. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം പുള്ളീനെ ഒരു മൂവിയിൽ യൂസ് ചെയ്യാൻ. ഞാൻ എന്തായാലും ഒരു തവണയും കൂടെ പോയി ഇത് തിയേറ്ററിൽ കണ്ടിരിക്കും, കാരണം അത്ര കിടിലൻ മൂവിയാണ്. ഫാമിലിക്ക് കാണാൻ പറ്റുന്ന മൂവി തന്നെയാണ്. ഫാമിലി മൂവിയാണ്, എൻ്റർടൈനറാണ്, ത്രില്ലറാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരെയും see you, bye bye.